ഹലോ. അപ്പം ഈ രണ്ട് സാധനം എന്തുവാന്ന് അറിയണ്ടേ? ഇത് രണ്ടും ഞാൻ എൻ്റെ ഇൻഡോർ ചെടികൾക്ക് കൊണ്ടുവന്നെയാണ്. ഇത് എന്തുവാണെന്ന് ഞാൻ കാണിക്കാം. ഇത് എന്ന് പറഞ്ഞാൽ ഉഗാവു ഇതിൻ്റെ പോട്ടിംഗ് സോയിൽ മിക്സ് ആണ്. പിന്നെ ഇത് നമ്മുടെ കോക്കനട്ട് ഹസ്ക്. ഇത് രണ്ടും മേടിച്ചതിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ മെഞ്ഞാന്ന് മേടിച്ച ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഞാൻ സോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. ഒരുമാതിരി കട്ട പിടിച്ചിരിക്കുവാണ്. അപ്പം ഇങ്ങനല്ല നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സോയിൽ ഇരിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കേണ്ടത്. വേണ്ടേ? ഇത് കണ്ടില്ലേ? ഇതുപോലാണ് സോയിൽ ഇരിക്കേണ്ടത്. നല്ല ലൂസും എയറിയുമായിട്ട്, അധികം ഡെൻസിനെസ് പാടില്ല. അപ്പം ഇതുപോലായിരിക്കണം സോയിൽ ഇല്ല. ഞാൻ എത്ര കുത്തിയാലും അകത്തോട്ട് പോവാത്ത. അപ്പം ഇങ്ങനത്തെ ഒരു സോയിലിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഇത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പം വെള്ളം ഇട്ടിട്ട് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങ് കട്ട പിടിക്കത്തുള്ളൂ. അപ്പോൾ ആ കട്ട കാരണം നമ്മുടെ ഓക്സിജൻ ഇല്ലെങ്കിൽ എയറേഷൻ ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കും മുകളിൽ. അപ്പോൾ ആ ഒരു റീസൺ കാരണം റൂട്ട് റോട്ട് തുടങ്ങും. പിന്നെ റൂട്ട് റോട്ട് തുടങ്ങിയാൽ നമുക്കറിയില്ലേ, ചെടി അളിഞ്ഞു പോകും. അപ്പോൾ ഇതിനെ ഞാനിനിയിപ്പം കുത്തി ഇളക്കാൻ നോക്കുവാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്ന് ലൂസാക്കിയിട്ട് ഇതിൻ്റെ മേളത്തെ മണ്ണ് ഞാൻ കുറച്ചെടുത്ത് മാറ്റും. എന്നിട്ട് ഞാനത് കോക്കനട്ട് ഹസ്കും പോട്ടിംഗ് മിക്സ് വെച്ച് റീപ്ലേസ് ചെയ്യും. എനിക്കിത് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കണ്ടില്ലേ ഇതിൻ്റെ റൂട്ടൊക്കെ മേള് വരെ ഉണ്ട്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനി നമുക്ക് ഇളകിയത് കളയാം. ആണ് എൻ്റെ പോട്ടിംഗ് മിക്സ്. പെർലൈറ്റും ഉണ്ട്, സോയിൽ പോട്ടിംഗ് മിക്സ് ഉണ്ട്, കോക്കനട്ട് ഹസ്ക് ഞാൻ പിന്നെ അവസാനം ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഇവിടെ എല്ലാം വൃത്തികേടാക്കി. ഇനി ഞാൻ പോയി വൃത്തിയാക്കാം. ഓക്കെ, ബൈ.